ടി ജി, ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 22-ന് വിശ്വാസി സംഗമം സംഘടിപ്പിക്കാൻ ശബരിമല കർമ്മസമിതി, ഹിന്ദു ഐക്യവേദിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് നേരത്തെ ഇതുപോലെ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ, അത് കുറേ കണ്ണൂരിലാണ് അതിൻ്റെ ഒരു തുടക്കം. അതായത് 4-ാം ഓണത്തിനായിരുന്നു അന്ന് ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണോ ഓണമാണോ ചട്ടമ്പി സ്വാമി എന്തോ ഒരു ജയന്തി അവരും നടത്തിയിരുന്നു. അന്ന് അവർ പറഞ്ഞത് ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്നല്ല, എന്നാൽ നവോത്ഥാന ജയന്തി അങ്ങനെ എന്തൊക്കെയോ, ചട്ടമ്പി സ്വാമി ജയന്തി, ശ്രീനാരായണ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടത്തിയിരുന്നു. പിന്നെ അതങ്ങ് നിന്നു. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി കാണാനില്ല. അന്ന് ഒരു 2-3 വർഷമൊക്കെ നടത്തി പി ജയരാജൻ്റെ നേതൃത്വത്തിലൊക്കെ. ഇപ്പോൾ അതില്ല. ഇപ്പോൾ അടുത്ത അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM നടത്തുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? എനിക്കിത് മനസ്സിലായില്ല. എന്താ ഈ ആഗോള അയ്യപ്പ സംഗമം? സംഗമം എന്ന് പറഞ്ഞാൽ ആൾക്കാർ സമ്മേളിക്കുന്ന സമ്മേളനം. ഇതിലാരാ പങ്കെടുക്കുന്നത്? ആരെയാ പ്രതീക്ഷിക്കുന്നത്? 3000 പേരെ പ്രതീക്ഷിക്കുന്നു. 3000-ൽ കൂടുതൽ ആളെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ കയറ്റില്ലേ? 3000 പമ്പയിൽ നടത്തുന്നു പറയും. പമ്പയിൽ ഏതായാലും 3000 പേർക്ക് സൗകര്യമായിട്ടിരിക്കാവുന്ന ഹോളൊന്നും പമ്പയിലില്ല. അപ്പോൾ വലിയ പന്തൽ ഒക്കെ കെട്ടി വേണം ഇത് ചെയ്യാൻ. ആളങ്ങോട്ട് തിങ്ങി നിറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യും? ആരെയാണ് കസേര കൊടുക്കാൻ പോകുന്ന ആർക്കാണ്? എങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നവരെ തീരുമാനിക്കും? വിദേശത്തു നിന്ന് ആൾ വരും. ശരി, വിദേശത്തു നിന്ന് ഒരു 5000 പേര് വന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ഐഡിയയും ഇവർക്കില്ല. ഇന്നിപ്പോൾ ഇത് തടയണം എന്ന് പറഞ്ഞ കോടതിയിൽ ഹർജി പോയല്ലോ. കോടതി ചോദിച്ചു, ഇതാരാ നടത്തുന്നത്? സർക്കാരാണോ ദേവസ്വം ബോർഡാണോ? കൃത്യമായ ഉത്തരവില്ല. കോടതി പറഞ്ഞു ഇതിലൊരു വ്യക്തതയില്ലല്ലോ. ഇപ്പോൾ എന്താ പരിപാടി? എന്താ? അല്ല, അത് ആഗോള അയ്യപ്പ സംഗമം. ശരി, എന്താ പരിപാടി? എന്താ? രാവിലെ നേരം വെളുത്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഈ സംഗമത്തിൽ? അല്ല, അത് നോക്കണം. കോടതി പറഞ്ഞു ഇത് അനാവശ്യമായൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ല, ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ട് 75 വർഷമായി. അപ്പോൾ അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി. ശരി, പ്ലാറ്റിനം ജൂബിലിയിൽ അയ്യപ്പ സംഗമമായിട്ട് ബന്ധം എന്താ? 75 വർഷമായി. അയ്യപ്പന് മാത്രമല്ലോ, മറ്റ് ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തിട്ട് 75 വർഷമായില്ലേ? ഏറ്റെടുത്തിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിൽ വന്നിട്ട് 75 വർഷമായി. അപ്പോൾ അതിന് അയ്യപ്പ ചോറ്റാനിക്കര സംഗമം വേണ്ടേ? ന്യായമല്ലേ കോടതി ചോദിക്കുന്നത്? അവസാനം കോടതി പറഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് പോസ്റ്റ് 9-ാം തീയതി നോക്കാം. നോ ആൻസർ. ആർക്കും ഇതുവരെ ഒരു വ്യക്തതയുമില്ല. ഞാൻ ഇത് ഈ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും വ്യക്തതയില്ലാത്തൊരു കലാപരിപാടിയാണ് ഈ അയ്യപ്പ സംഘം. എനിക്കതുകൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്താ ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് അറിയണ്ടേ? ശരി, ഇപ്പം നമുക്ക് പ്രിസ്യൂം ചെയ്യാം ഒരു പൊതുയോഗം, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുയോഗം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ പേരങ്ങ് പ്രസംഗിക്കും. ബാക്കിയുള്ള ഒരു കസേരയിലിരുന്ന് മുഷി പണ്ടാരക്കാലിൻ്റെ പ്രസംഗം തീർന്നിട്ട് വീട്ടിൽ പോകാനുണ്ട്. കുറേ പേര് ഇറങ്ങിപ്പോവും, കുറേ പേര് കയറി വരും. ഇങ്ങനെയുള്ള ആഴകുഴമ്പനായിട്ടുള്ള ഏർപ്പാട്. അത് നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ്? അയ്യപ്പൻ്റെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ഈ സംഗമം നടത്തിയിട്ടാണോ? അല്ലെങ്കിൽ തന്നെ ആഗോളതലത്തിൽ അയ്യപ്പൻ അറിയപ്പെടുന്നുണ്ട്. ഇനിയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയാൻ ആഗ്രഹമില്ലാത്തവരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതിന് പമ്പയിൽ സംഗമം നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ സംഗമത്തിൻ്റെ പുറകിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട്. ഞാൻ അറിഞ്ഞത് പത്തനംതിട്ട ടൗണിലെ പത്തനംതിട്ട കോഴഞ്ചേരി ഒക്കെ ഉണ്ടാവും. ആ ഭാഗത്തേക്ക് സാമാന്യം താമസിക്കാൻ പറ്റിയ ഹോട്ടലുകളെല്ലാം ദേവസ്വം ബോർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആരെയാണ് അവിടെ താമസിപ്പിക്കാൻ പോകുന്നത്? എങ്ങനെ ഈ ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കും? നിങ്ങളൊരു സംഗമം നടത്തുന്നു, അതിലെ ഡെലിഗേറ്റ്സിനെ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും? വായുജ്യത്തിന് ഹോട്ടലിൽ താമസവും വന്നു പോകാൻ വണ്ടിയും ഒക്കെ കൊടുക്കുന്നു, എനിക്ക് പ്രവേശനമില്ല. ആയിക്കോട്ടെ, അതിൻ്റെ മാനദണ്ഡം എന്താ? അതറിയണമല്ലോ. എല്ലാവർക്കും എല്ലായിടത്തും പ്രവേശനം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ശബരിമല ഭക്തന്മാരുടെ ഇടയിൽ ചില VIP ഭക്തന്മാരുണ്ടെന്നും അവർക്ക് മാത്രമേ സംഗമത്തിൽ പങ്കെടുക്കാവുള്ളൂ എന്നും സർക്കാർ തുറന്നു പറയണം. ഒരാൾ VIP ഭക്തനാകുന്നത് എന്തുകൊണ്ടെന്ന് പറയേണ്ടി വരും.
അപ്പോൾ അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോൾ ശബരിമലയിൽ ഇതില്ല, മറ്റ് പല സ്ഥലത്തും ഉണ്ടല്ലോ, പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ച് ക്യൂ നിന്നാൽ മതി, മുഴുവൻ ക്യൂവും ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതും കോടതിയിൽ പലതവണ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അന്ന് കോടതി പറഞ്ഞു അതൊരു റീസണബിൾ ക്ലാസിഫിക്കേഷനാണ്. വെൻ ദർ ആർ ടൂ മെനി പീപ്പിൾ, ഒരു പാലം കടക്കാനായിട്ട് 100 പേർക്ക് കടക്കാം, 10,000 പേര് വന്നിരിക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു 100 രൂപയുടെ ടിക്കറ്റ്, 500 രൂപയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് പോകുന്നവരെ ഒരു ബാച്ച് അങ്ങ് വിടും. പിന്നെ 100 രൂപ ടിക്കറ്റുകാർ, പിന്നെ 1000 രൂപ ടിക്കറ്റുകാർ, പിന്നെ ഫ്രീക്കാർ, ഇങ്ങനെ. അപ്പോൾ അങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ പ്രാക്ടിക്കലി. അതൊരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ. അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ടിക്കറ്റ് വെച്ച് പ്രവേശനം നടക്കുന്നത്. അല്ലെങ്കിൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഭക്തന്മാർ തമ്മിൽ ഈ ആർട്ടിക്കിൾ 14 ഉണ്ടല്ലോ, തുല്യതയുടെ എതിരായിട്ടുള്ള പ്രവൃത്തിയാണത്. പൈസയുള്ളവന് വേഗം എൻട്രി കിട്ടുന്നു. കോടതി പറഞ്ഞു പൈസയുള്ളവന് മാത്രമല്ല, വേഗം പോകണം അയാൾക്ക്. അങ്ങനെ അയാളൊരു ആപൽഘട്ടത്തിലാണ്, അയാൾക്ക് വേഗം പോകണം. അപ്പോൾ ആകെ ഇതിനകത്ത് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പൈസയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. 6 അടി പൊക്കമുള്ളവർക്ക് മുൻഗണന കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കറുത്തവർക്ക് മാത്രം മുൻഗണന അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആകെ അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന പ്രാക്ടിക്കലി പോസിബിളായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഈസ് മണി, വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു ദ ബോർഡ് ഓൾസോ. ക്ഷേത്രാവശ്യങ്ങൾക്കാണ് ഈ പണം എടുക്കുന്നത്. അങ്ങനെയാണ് ടിക്കറ്റ് നിലനിൽക്കുന്നത്. ബട്ട് നിങ്ങൾ സംഗമം നടത്തുമ്പോൾ ഈ ലോജിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ സംഗമം എന്ന് പറഞ്ഞൊരു പൊതുയോഗം ആർക്ക് വേണമെങ്കിലും വരാം എന്ന് പറയുക. ആർക്ക് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്തുള്ള പമ്പ, എരുമേലി ഭാഗത്തുള്ള കുറച്ച് പേര് വരും. ആഗോള സംഗമം എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് കയറി വരുന്നതിന് ഇവിടെ വന്നാൽ ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്ന് പോലും അറിഞ്ഞുകൂടാ. ആസ്വദിക്കാൻ ആൾ വരുമോ? എന്ത് കാര്യം? അപ്പോൾ ഇത് ഒരു പർപ്പസ് ഇല്ലാത്ത കാര്യം. ഇനി ഇതിൻ്റെ പൊളിറ്റിക്സ്, എന്തും അവസാനം പോയി നിൽക്കുന്നത് പൊളിറ്റിക്സിലാണില്ല. വെറുതെ ഇരുന്നതാണ് ശബരിമല. ഒരു വിവാദം ഉണ്ടായിരുന്നില്ല, ഒരു ബിന്ദു അമ്മിണിയും കയറാൻ പോയിട്ടില്ല, ഒരു രഹന ഫാത്തിമയും ഇറങ്ങാനും വന്നിട്ടില്ല, ഒന്നുമില്ല. സന്തോഷമായിട്ട് പോകുന്നു. സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടിവെള്ളം കിട്ടിയില്ല, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, പെട്ടെന്ന് താഴെ കൊണ്ടുവന്നു, അയാൾക്ക് ചികിത്സ കിട്ടില്ല, ഇങ്ങനെയുള്ള സ്ഥിരം പരാതികളുമൊക്കെ ആയിട്ട് ശബരിമല ഭംഗിയായിട്ട് നടന്നു പോകുന്നു. ഇപ്പോൾ എന്തിനാണ് സർക്കാർ ഇതിൽ കയറി തലവെച്ചത്? ആ സീക്വൻസ് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പ്രശാന്താണ് ഇത് അനൗൺസ് ചെയ്യുന്നത്, ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു ഇത് സർക്കാരാണ് നടത്താൻ പോകുന്നത്. ദേവസ്വം ബോർഡ് നടത്തും, ബട്ട് സർക്കാർ അതിൻ്റെ പുറകിലുണ്ട്. സർക്കാരാണ് ഇതിൻ്റെ വക്താവും പ്രയോക്താവും ഗുണഭോക്താവും എല്ലാം. അപ്പോഴേക്ക് ഓരോ പ്രശ്നം വന്നു. ആദ്യം BJP പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നടക്കില്ല. ഇപ്പോൾ തുടരെയാണ് സ്റ്റാലിനെ വിളിക്കുന്നു, സ്റ്റാലിനെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആകെ വഴക്ക് തുടങ്ങി. എന്തിനായിരുന്നു ഈ വഴക്ക്? എനിക്കിപ്പോഴും മനസ്സിലാകാത്തതാണ്. CPMന് അറിഞ്ഞുകൂടാ, ശബരിമല ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ലോജിക്കിലല്ല ക്ഷേത്രങ്ങൾ പോകുന്നത്, ആ സെൻസിറ്റീവ് ഇമോഷണലായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എന്തുണ്ടായിട്ടാണ് ഇതിൽ കയറി ഈ പുലിവാലിൽ കയറി പിടിച്ചത്? പല കാര്യമുണ്ട്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ അവർ പുതിയ സർക്കുലറൊക്കെ ഇറക്കി. 3 കോടിയിലധികം ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ശബരിമലയിൽ 5 ദർശനം, 50 ലക്ഷത്തിന് മുകളിൽ 3 കോടിയിൽ താഴെയുള്ളവർക്ക് ഇത്ര ദർശനം, താമസിക്കാൻ സൗകര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഡെപ്പോസിറ്റ് ആകർഷിക്കുക. നമ്മളുടെ കൊശമറ്റൻ ചിട്ടി ഫണ്ട്, മണപ്പുറം ഫൈനാൻസൊക്കെ ഡെപ്പോസിറ്റ് ആകർഷിക്കണം. പിടിച്ചവർക്കും പിടിക്കാത്തവർക്കും വീതപ്പലിശ ചിട്ടിയിൽ ചേർക്കുന്നു. അതുപോലത്തെ പരിപാടി ഇറക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഏതെങ്കിലും തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും ചെയ്യുമോ? 3 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം ശബരിമലയിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? റിസോർട്ടുകാർ പോലും ഇങ്ങനൊരു കച്ചവടം നടത്താറില്ല. അപ്പോൾ പൈസ കൂടുതൽ വരുത്തുക. ഇനി വരുത്തുന്നോ ഇരിക്കട്ടെ, ഓഡിറ്റ് റിപ്പോർട്ടുണ്ടോ? അതുമില്ല. ഞാൻ ഈ പബ്ലിക് ഡൊമൈനിൽ എത്ര പറയുന്നത്, ദേവസ്വം ബോർഡ്, സർക്കാരാണ് ദേവസ്വം ബോർഡിനെ നിലനിർത്തുന്നത്, അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് എപ്പോൾ കൊടുത്തു, എത്ര കൊടുത്തു, ആരും
ഒരു രസീത് കാണിച്ചു തരാമോ? സർക്കാർ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഒരു രസീത് കൊടുക്കണ്ടേ? ഒന്നുകിൽ ആ രസീത് കാണിച്ചത്, ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അതൊന്ന് കാണിച്ചത് ഇല്ല, ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല. ഓഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഫൈനലി മനസ്സിലാകുന്നത്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ശബരിമല അടക്കം 4-5 ക്ഷേത്രങ്ങൾ മാത്രമേ വരുമാനമുള്ള ക്ഷേത്രങ്ങളുള്ളൂ. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളുടെയും ചെലവ് കണ്ടെത്തുന്നത് ഈ ക്ഷേത്രങ്ങളിൽ നിന്നാണ്. ഇത് വ്യാപകമായൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ 2015-16 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട്, അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്നുണ്ടായിരുന്നത്. പിന്നീട് ഓഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഞാൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ക്രോസ് പർപ്പസിൽ ഫൈനാൻസിൽ നിന്നത് 5000 രൂപയാണ്. അതായത് മറ്റ് ചെറു ക്ഷേത്രങ്ങൾ എല്ലാം ചേർന്ന്, ഇത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റില്ല. ശബരിമലയിൽ നിന്നല്ല ചോറ്റാനിക്കരയ്ക്ക് പൈസ പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കോമൺ പൈസയാണ്. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കോമൺ പൈസ വരുന്നു. ക്ഷേത്രങ്ങൾക്ക് ആർക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നു, ക്ഷേത്രങ്ങൾ ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ഷേത്രം വേറൊരു ക്ഷേത്രത്തെ ഫൈനാൻസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും അതിൽ ഡെഫിസിറ്റായിട്ട് ഈ ഡി ടൈപ്പോ അങ്ങനെ എന്തോ അവരുടെ ഉപക്ഷേത്രങ്ങളുണ്ട്. അവരെല്ലാവരും കൂടെ ദേവസ്വം ബോർഡിൽ ഇനി ആ ഫൈനാൻഷ്യൽ ഇയറിൽ അടയ്ക്കാനുള്ളത് വെറും 5000 രൂപയാണ്. ആ 5000 രൂപ നെക്സ്റ്റ് ഡേ അടച്ച് കാണും. ഇത് മാർച്ച് 31 കണക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണല്ലോ. റണ്ണിങ് അക്കൗണ്ടാണ്. റണ്ണിങ് അക്കൗണ്ടിൽ ഞാൻ വായജത്തിന് 5000 രൂപ തരാനുള്ളത് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ഏപ്രിൽ 1-ാം തീയതി തന്നെ ഞാൻ തിരിച്ചു തന്നു കാണും, നമുക്കറിയില്ല. ഇനി 5000 രൂപയാണ് ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏതെങ്കിലും ഭക്തനോട് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തത് തീരട്ടെ. ബട്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സീനിയർ ആൾക്കാരെ പോലും സർക്കാരിന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ബാലൻസ് ഷീറ്റ് നോക്കുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു പൊതുധാരണയാണ്. സർക്കാർ ദേവസ്വം ബോർഡിനെ ഫൈനാൻസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റ്യൂട്ടറിലി നോട്ട് പോസിബിൾ. ഇല്ലീഗലാകും അത്. എങ്ങനെയാണ് സർക്കാരിൻ്റെ പൊതു ഖജനാവിൽ നിന്നുള്ള പണം ക്ഷേത്രങ്ങൾക്ക് മാത്രം കൊടുക്കുന്നത്? പള്ളിക്ക് കൊടുക്കണ്ടേ? അപ്പോൾ മുസ്ലിം പള്ളികൾക്ക് കൊടുക്കണ്ടേ? ഇതെങ്ങനെ സാധിക്കുന്നു? അത് ചെയ്യുന്നില്ല അവർ. ബട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരും ഇത് ചോദ്യം ചെയ്യാനുമില്ല. ഒരു മനുഷ്യൻ ഈ പറഞ്ഞ ആരെങ്കിലും ഹിന്ദു ഐക്യവേദി, ശബരിമല കർമ്മസമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്ത്, CPM, DYFI, കോൺഗ്രസ്, UDF മൊത്തം ആരെങ്കിലും ഒരു മനുഷ്യൻ ദേവസ്വം ബോർഡിൻ്റെ ബാലൻസ് ഷീറ്റ് ചോദിക്കണ്ടേ? ഇല്ല, ആരും ചോദിക്കില്ല. ദേവസ്വത്തിൽ നിന്ന് പണം അങ്ങോട്ട് എടുക്കുന്നു എന്ന് ഇവരെ ആരോപിക്കും, ദേവസ്വത്തിന് ഇങ്ങോട്ടാണ് പണം കൊടുക്കുന്നത് അവരും പറയും. ബാലൻസ് ഷീറ്റ് ഈ 2 പാർട്ടികളും മറച്ചു വയ്ക്കും. ചോദിക്കില്ല. മറച്ചു വയ്ക്കുന്നു ഞാൻ പറയില്ല, ഉണ്ടായിട്ടും മറച്ചു വയ്ക്കുമ്പോഴാണല്ലോ മറച്ചു വയ്ക്കലാകുന്നത്. ചോദിക്കുന്നില്ല. എന്തൊരു കാലമാണ്. ദേവസ്വങ്ങളുടെ സ്ഥലം ആര് കൊണ്ടുപോകുന്നു, എന്ത് ചെയ്യുന്ന ആർക്കും അറിയില്ല. ശബരിമലയുടെ വരുമാനം കൃത്യമായിട്ടൊരു കണക്ക്, ശബരിമല മാത്രം ഒന്ന് ഓഡിറ്റ് ചെയ്ത് കാണിക്കാമോ? ഇല്ല. ഈവൻ കോടതി ചോദിക്കില്ല. ബാലൻസ് ഷീറ്റ് എവിടെയെന്ന് കോടതി ചോദിക്കില്ല. ബാലൻസ് ഷീറ്റും ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് ഹൈക്കോടതിയിൽ അട്ടിയിട്ട് കിടക്കുക പഴയത്. അതിൽ ഓഡിറ്റർമാർ തലയ്ക്ക് കൈവച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ലോക്കൽ ഫണ്ട് ഓഡിറ്ററാണ്. KN ബാലഗോപാലിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ഓഡിറ്റ് ചെയ്യുന്നത്. അതെന്ത് ഓഡിറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ. കൊച്ചിയാണ് പിന്നെ കുറച്ചുകൂടെ ഭേദം. അവർ വേണുഗോപാലാണ് ഒരു 5 വർഷം മുമ്പ് വരെ ഓഡിറ്റ് ചെയ്തു, പിന്നെ അവർ മാറ്റിയൊന്നും അറിയില്ല. ഈ ഒരു കഥയാണ് ദേവസ്വം ബോർഡിൽ നിൽക്കുന്നത്. അതിനിടയ്ക്ക് ആഗോള സംഗമം കൊണ്ടുവന്നു, അത് ബഹളമായി. വീണ്ടും പഴയ പ്രശ്നത്തിലേക്ക് പോയി, ആചാര സംരക്ഷണം ഇതിലേക്ക് പോയി. ഇപ്പോൾ ആചാരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കണം, ഇല്ലെങ്കിൽ വഴി നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള സ്ഥിതിയായി പ്രശാന്തിന്. വല്ല കാര്യമുണ്ടോ? പ്രശാന്ത് പറഞ്ഞ് U-ടേൺ എടുക്കാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. അതോടെ വീണ്ടും കുഴപ്പത്തിലായി. എന്നാൽ ഇപ്പോൾ എടുക്കുക U-ടേൺ. ഇപ്പോൾ ദേവസ്വം ബോർഡ്
വക്കീലന്മാരെ വിളിച്ച് കൺസൾട്ട് ചെയ്തിട്ട് ആ പുതിയ സത്യവാങ്മൂലം തയ്യാറാക്കണം, സുപ്രീം കോടതിയിൽ കൊടുക്കാൻ. അത് കൊടുത്തിട്ട് പ്രയോജനം ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. സുപ്രീം കോടതിയിൽ എത്രയോ സത്യവാങ്മൂലം. അച്യുതാനന്ദൻ സർക്കാരുടെ ഒരു സത്യവാങ്മൂലം, അത് മാറ്റിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സത്യവാങ്മൂലം, വീണ്ടും അത് മാറ്റിയിട്ട് പിണറായി വിജയൻ്റെ സത്യവാങ്മൂലം. അന്ന് കോടതി പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് നിങ്ങൾക്ക് അല്ലേ? ഇല്ല, ഇറ്റ്സ് എ റിലീജിയസ് ഇഷ്യൂ. ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഭരണം മാറുമ്പോൾ നിങ്ങൾ സത്യവാങ്മൂലം മാറ്റിയില്ല. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് സത്യവാങ്മൂലം എടുക്കണം? അല്ല, അത് ഇപ്പം തന്ന ഏറ്റവും അവസാനം തന്നു, ശരി. അങ്ങനെയാണ് ഇതെടുക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണനുള്ളപ്പോൾ ഒരു സത്യവാങ്മൂലം, അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലവും ഹർജിയൊക്കെ കൂടെ അല്ല ജഡ്ജി അമ്മാവൻ്റെ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കേസ് ജയിക്കാനായിട്ട് അങ്ങനെ ഒരു സത്യവാങ്മൂലം. അത് കഴിഞ്ഞിട്ട് പത്മകുമാർ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു സത്യവാങ്മൂലം. ഇപ്പോൾ പ്രശാന്ത് വീണ്ടും തിരിച്ചൊരു സത്യവാങ്മൂലം. ഇതെന്ത് ഭ്രാന്താണ്? വെറുതെയാണ് സുപ്രീം കോടതി ഇവന്മാരെയൊക്കെ അടുപ്പിക്കാത്തത്. ഇറങ്ങി പോടാൻ, ഞങ്ങൾ മാറ്റർ നോക്കിയിട്ട് ഞങ്ങൾ ജഡ്ജ്മെൻറ്റ്, നിങ്ങളുടെ അഡ്വൈസൊന്നും വേണ്ട. സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത നിങ്ങളുടെ തീരുമാനം സത്യമായിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതാണ് സത്യവാങ്മൂലം. അതുകൊണ്ടാണ് അതിന് സത്യവാങ്മൂലം എന്ന് പേര്, അല്ലാതെ സ്റ്റേറ്റ്മെൻ്റ് എന്നല്ല പറയുന്നത്. കോടതിയിൽ പത്രിക കൊടുത്തു എന്ന് പറയാം, ഹർജി കൊടുത്തു എന്ന് പറയാം, കൗണ്ടർ ഹർജി കൊടുത്തു എന്ന് പറയാം, കവിയറ്റ് ഫയൽ ചെയ്തു എന്ന് പറയാം. ഇതൊന്നും പറയാതെ സത്യവാങ്മൂലം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു സേ. അത് കോടതി അംഗീകരിക്കുകയോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. ഇതിനെയാണ് സത്യവാങ്മൂലം എന്ന് പറയുന്നത്. അല്ല രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വേറെ വൈകുന്നേരം മൂന്നാമതെന്ന് പറയുന്നത് അത് സത്യവാങ്മൂലമാണ്, കള്ളവാങ്മൂലമാണ്. തോന്നുമ്പോൾ മാറും. ഈ CPM സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ അവർ എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? CPM ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് അവരെങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് ഊരാൻ നോക്കും. ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ വെറുതെ ഇരുന്ന സ്ഥലത്ത് ഇത് ഒരു കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒരു കുഴപ്പമില്ല, ശബരിമലയെ ചൊല്ലി ഒരു വിവാദമില്ല കഴിഞ്ഞ 2-3 വർഷമായിട്ട്. വല്ലതും ഉണ്ടോ? 2018 അത് വരികയും പിന്നെ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജികൾ പോവുകയും വിശാല ബെഞ്ചിനും വിടുകയും ഒക്കെ ചെയ്ത് ദേവസ്വം ബോർഡ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ മാറ്റി 10-50 ഇടയ്ക്കുള്ളവരെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി പോയി, കോടതി പറഞ്ഞാൽ അത് ശരിയാ, ഹൈക്കോടതി അത് ശരിയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ പറയാമ്പോഴല്ല സുപ്രീം കോടതി വിധി നിലനിൽക്കുക. ബട്ട് ഹൈക്കോടതി അത് പറഞ്ഞു ശരി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. അങ്ങനെയെങ്കിലും അങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയ്ക്ക് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു ഏടാകൂടം കൊണ്ടുവന്ന് ഇപ്പോൾ അത് തലയിലായി, പുലിവാല് പിടിച്ച പോലെയായി. ഇപ്പോൾ പ്രശാന്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്. അങ്ങനെ പന്തളം കൊട്ടാരത്തിൽ പോകുന്നു, അവർ കയറ്റുന്നില്ല. അപ്പോൾ പുള്ളി അടുക്കളപ്പുറത്തൂടെ പോകുന്നു, ചേട്ടാ ഞാനിവിടെ ഉണ്ട്, അവിടെ നിൽക്കുക, എനിക്ക് ഇങ്ങനെ വല്ല കാര്യമുണ്ടോ? പന്തളം കൊട്ടാരം സന്തോഷമായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്, അവരെ തലയിൽ വയ്ക്കേണ്ട ഗതികേടായി പ്രശാന്തിന്. ഇവിടെ പോയി പെരുന്നയിൽ പോയി എന്ത് കാര്യം? ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വിവരമുള്ള ആൾക്കാർ ഇപ്പം തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്ത് മണ്ടത്തിലാണിത്? ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു. 2018 പ്രശ്നമുണ്ടായി. 2019 ക്ലീനായിട്ട് CPM തോറ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ വോട്ട് മുഴുവൻ BJPക്ക് കിട്ടുമെന്ന് പാവം BJP വിചാരിച്ചു. വോട്ടെല്ലാം കൊണ്ട് കോൺഗ്രസും പോയി. BJPക്ക് തല്ലും കേസും മിച്ചമായി. ഇങ്ങനെയായേ 2021 ശബരിമലയുടെ പ്രഭാവമേ ഇല്ല, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു. തലയ്ക്ക് വെളിയുള്ള ഏതെങ്കിലും മനുഷ്യൻ പിന്നെ വീണ്ടും ശബരിമലയിൽ ചൊറിയുക. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫൂളിഷ്നെസ് വാട്ട് ഈസ് ബീയിങ് ഡൺ ടുഡേ. അവർക്ക് ഒരു കാര്യമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഈ പഴയ ആപ്പൂരിയ കുരങ്ങൻ്റെ കഥയുണ്ടല്ലോ, ആപ്പ് ഊരി ഇത് തടി തമ്മിൽ അടുത്ത് ഇപ്പം അടിച്ചിൽ വീണം വരും. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ നിൽക്കുകയാണ്. കൂടാതെ ഹൈക്കോടതിയുടെ ചോദ്യം. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും ദേവസ്വം ബോർഡും പ്രാർത്ഥിക്കുന്നത് ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡർ തന്ന് നമ്മളെ ഇതിന് രക്ഷിക്കണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ CPM MV ഗോവിന്ദൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിനൊന്നും ഞങ്ങൾ എതിരെ നിന്നിട്ടില്ല എന്നൊക്കെയുള്ള. അയ്യോ, ആ സാധുവിനെ പറ്റി ഞാനൊന്നും പറയുന്നു. എന്തൊക്കെയാണ് പുള്ളി പറയുന്നത്? വിശ്വാസികൾക്ക് ഞങ്ങളൊരിക്കലും എതിരെ നിന്നിട്ടില്ല,
ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം. അപ്പം നിങ്ങളുടെ കൂടെയുള്ള അവിശ്വാസികളോ? അല്ല, ഞങ്ങൾ അവർക്കും ഒപ്പം. അപ്പോൾ വിശ്വാസി ഈ വിശ്വാസിയുടെ അവിശ്വാസിയുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പക്ഷത്തല്ലേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. പുള്ളി രാവിലെ മുതൽ ഞാൻ ടി വിയിൽ കാണുന്നത് എന്തൊക്കെയാണ് ആ മനുഷ്യൻ. വീഴുന്നു, വീടെടുത്ത് കിടന്ന് ഉരുളുന്നു, ഉരുണ്ടിട്ടെണീറ്റ് ഓടുന്നു, നില്ല അവിടെ എന്ന് പറഞ്ഞിട്ട് മീഡിയ പുറകെ ഓടുന്നു. പുള്ളി അവിടെ പോയിട്ട് വേറൊരു പൊതുയോഗത്തിൽ ചാടിക്കയറിയിട്ട് അവിടെ പ്രസംഗിക്കുന്നു, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഈ എല്ലാവരും മനസ്സിലായെന്ന് ഇത് സംഗതി പിലുവാലി പിടിച്ചു എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഇത് താഴെ വയ്ക്കാനും മേല മുന്നോട്ട് കൊണ്ടുപോകാനും വയ്യ. അതാ ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിക്ക് മാത്രമേ CPM രക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിട്ട് ഈ സാധനം ബോഷ്കാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രഖ്യാപിതമായ ചട്ടങ്ങളുണ്ട്. കോടതി നോക്കിക്കഴിയുമ്പോൾ കോടതിയിൽ വരാൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ദേവസ്വം ബോർഡിൻ്റെ മാൻഡേറ്റിലുണ്ടോ? ഇല്ല. അമ്പലങ്ങളുടെ സുരക്ഷ, അമ്പലങ്ങളുടെ മെയിൻ്റനൻസ്, അമ്പലങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക, ഈ വരവ് ചെലവ് ഇതൊക്കെ നോക്കുക, ഇതിനാണ് ദേവസ്വം ബോർഡ്. സെക്യുലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ടെമ്പിൾ അത് നോക്കാനാണ് ദേവസ്വം ബോർഡ്. അല്ലാതെ ദേവസ്വം ബോർഡ് സംഗമം നടത്തുക, ഭക്തരെ ആകർഷിക്കുക, വരുവിൻ വരുവിൻ കടന്നു വരുവിൻ, ഇതൊന്നും ദേവസ്വം ബോർഡിൻ്റെ പണിയല്ല. അങ്ങനെ ചെയ്യാനും പാടില്ല, അതിന് പണം മുടക്കാനും പാടില്ല. ഇതിനാരാ പണം മുടക്കുന്നതെന്ന് കോടതി ചോദിച്ചു, മറുപടിയില്ല. സെപ്റ്റംബർ 9 കേസ് വയ്ക്കുമ്പോൾ അന്ന് മറുപടി തരണമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. മഹാകഷ്ടമായിപ്പോയി. പൊളിറ്റിക്കൽ ഹരാക്കിരി എന്ന് പറയും ജാപ്പനീസ് ഭാഷയിൽ, തന്നെത്താൻ കൊല്ലുന്നതിനെ. അങ്ങനെ ആയിപ്പോയി. ആരാണ് ഈ ബുദ്ധി ഇവർക്ക് ഉപദേശിച്ചത് മനസ്സിലാവണേ? എനിക്കൊന്ന് ഹിന്ദു വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ്, എതിരല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് UDF ഞങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇതിൻ്റെ കെണി. ഇനിയൊരു ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് കിട്ടണമെന്നില്ല, ഇത് BJPയിലേക്ക് പോയെന്ന് വരും. ഒരു തവണ എങ്ങനെയോ ചക്ക വീണപ്പോൾ മുയൽ ചത്തു, ഇനി ചക്ക വീണാൽ മുയൽ ചാകണമെന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഞങ്ങളില്ല, എൻ്റെ അനുവാദമില്ലാതെയാണ് എൻ്റെ പേര് വെച്ചത്. ആരോട് തന്നെ എൻ്റെ പേര് വയ്ക്കാൻ എന്നൊക്കെയാണ് VD സതീശൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അവരിതിൽ ഇറങ്ങില്ല, അവർ കൈപൊള്ളി നിൽക്കുക. CPM വലിയൊരു മണ്ടത്തരം കാണിക്കുകയും ചെയ്തു.